ഹലോ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങളും സുഖമായിട്ട് ഇങ്ങനെ പോണു കേട്ടാ. അപ്പോൾ എന്താ ഇപ്പോൾ ഈ ഇരിപ്പ് വെച്ചെങ്കിലേ, പുറം പണിയൊക്കെ അങ്ങോട്ട് കഴിഞ്ഞു. മുറ്റടിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇന്നിപ്പോൾ മുറ്റൊന്നും അടിച്ചതങ്ങോട്ട് കാട്ടിയില്ല. വെറുതെ ഇങ്ങനെ അടുക്കള വശത്ത് ഇങ്ങനെ തെണ്ടുമ്പോൾ ഇങ്ങനെ ഇരിക്കട്ടാ. എന്താ വെച്ചെങ്കിൽ ബാത്റൂം കഴുകൽ കഴിഞ്ഞു, എല്ലാം പരിപാടിയും കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞ് ഇനി കൂട്ടാൻ വെക്കണ്ട. കൂട്ടാൻ വെച്ചെങ്കിൽ ഇന്നലത്തെ കൂട്ടായിരിക്കുന്നുണ്ട്, മീൻകൂട്ടാനുണ്ട്. പിന്നെ ഇന്ന് ഉണ്ണിമോൾക്ക് വേണ്ടിയിട്ട് ഒരു പരിപ്പ് ഒരു തരികട കൂട്ടാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഉണ്ട്. അപ്പോൾ ഉച്ചയ്ക്കൊക്കെ ഉള്ള കൂട്ടാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് ആ പരിപാടി ഇല്ലല്ലോ, കൂട്ടാൻ പണിയില്ല. ചെമ്പല്ലി വാങ്ങിയിട്ടുണ്ട് കേട്ടോ, അതൊന്ന് നന്നാക്കണം. അപ്പോൾ തുണിയോട് ഇന്നലെ തിരുമ്പിയിട്ട് ഞാൻ വാഷിംഗ് മെഷീൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കൊണ്ട് തോരിടാൻ വേണ്ടിയിട്ടുള്ള അങ്കപ്പാടാണ് കേട്ടോ ഇപ്പോൾ ഇത് കാണിക്കുന്നത്. അപ്പോൾ ഉപ്പ അവിടെ നിന്നിട്ട് ഉപ്പാടെ നിസ്കാരപ്പായില്ലേ മുസല്ല തിരുമ്പിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ പറയാം, നല്ല വെയിലിറക്കിണ്ടല്ലോ മോളെ, അതൊക്കെ ഒന്ന് തോരട്ടൂടെ എന്നൊക്കെ പറയും എൻ്റെ അടുത്ത്. അപ്പോൾ ആ തോരിടാൻ പൂ തന്നെയാണ് എന്നൊക്കെ പറയാം. അപ്പോൾ ഉപ്പ അതാ വളപ്പിൽ കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ വെച്ചെങ്കിലേ ഇപ്പം പറയുന്നുണ്ട് കുറേ ആഞ്ഞെടുക്കാനൊക്കെ ഉണ്ട് വിറകേ, ഉപ്പാക്ക് വയ്യാന്ന് പറയാട്ടോ. അപ്പോൾ ഞാൻ പറയും, നിങ്ങൾ വയ്യെങ്കിൽ എന്തിനാ ആയൊന്നും വേണ്ട, അവിടെ കിടന്നോട്ടെ എന്നൊക്കെ പറയാട്ടോ ഞാൻ. അങ്ങനെ ഇപ്പം എന്തൊക്കെയാ ചാക്കൊക്കെ പറക്കിക്കൊണ്ടുണ്ട്. ഇപ്പം എവിടുന്നാണോ എന്താണ് 2 ദിവസമായിട്ട് ചാക്കൊക്കെ പറക്കിക്കൊണ്ടുണ്ട്. എന്തിനാന്ന് എനിക്കറിയില്ല. ഇതിപ്പോൾ ഇത് എവിടുന്നോ പറക്കി കൊണ്ടുപോയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള ചാക്കൊക്കെ വലിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് എന്തിനാ ഞാൻ ചോദിക്കാൻ മറന്നുപോയി. അപ്പോൾ ഇതിലിപ്പോൾ കണ്ടപ്പോൾ അന്നൊരു ദിവസം അതേ ചാക്ക് എടുത്ത് കൊണ്ടിരുന്ന് കണ്ടു. അപ്പോൾ എന്താണെന്നറിയില്ല. അപ്പോൾ ഞാൻ സാധനങ്ങളൊക്കെ മേടിച്ച് കൊണ്ടുവന്ന ചാക്കൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇത് പഴയ ഒരു കോഴിക്കൂടാണ് കേട്ടോ, അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ട് വയ്ക്കുക. അപ്പോൾ പിറ്റേ ദിവസം എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ചാക്ക് നോക്കി കഴിഞ്ഞാൽ പിന്നെ ചാക്ക് കാണില്ല. ഉപ്പാക്ക് എന്താണാവോ ചാക്ക് കൊണ്ട് എന്താണാവോ ചെയ്യുന്നതെന്ന് അറിയില്ല. ഒരു ദിവസം ചോദിച്ചു നോക്കണം. അങ്ങനെ തോരിടലൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പാടത്ത് ചോദിക്കുന്നുണ്ട്, എന്താ ഇപ്പോൾ അവിടെ കൂട്ടാൻ വെച്ചേക്കണെന്നൊക്കെ ചോദിക്കുക. അപ്പോൾ കൂട്ടാൻ ഇന്നലത്തെ കൂട്ടാൻ ലേശം ഇരിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ വൈകുന്നേരത്തെ എന്തെങ്കിലുമൊക്കെ വയ്ക്കുള്ളൂ എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്പാനോട് പറഞ്ഞു, ഉപ്പ ആ മുരിങ്ങയുടെ ഇല എന്നൊക്കെ പൊട്ടിച്ചേരുമോ എന്ന് പറഞ്ഞിട്ടാ. അപ്പോൾ ഉപ്പ അത് പൊട്ടിച്ചേരുകയാണ്. അപ്പോൾ ടാറ്റാന്ന് കുറേ വട്ടം വരുന്നുണ്ടല്ലേ, അതെന്താണെന്നറിയില്ല, അതിങ്ങനെ വരുന്നുണ്ട്. അപ്പം നമ്മുടെ വീട് നോക്കി നിങ്ങൾ. അപ്പോൾ ഞാനിങ്ങനെ എടുത്തപ്പോൾ നല്ലൊരു വൈബ് കാണാണ്ട്, നല്ലൊരു വൈബിലൊരു വീട് നിൽക്കുന്നത് കാണുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഉപ്പ പറയുന്നുണ്ട്, ഇത് തളിർത്ത ഇലയാണ്, ഇത് കൂട്ടാൻ വെച്ചാൽ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവും എന്നൊക്കെ ഇപ്പോൾ പറയാട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഉള്ള ഉച്ചയ്ക്കുള്ള കൂട്ടാനൊക്കെ ഉണ്ട്, ഇനി വൈകുന്നേരത്ത് വെക്കുമ്പോൾ ഞാൻ ഉപ്പാക്ക് കുറച്ച് കുറഞ്ഞേരാ പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഉള്ള കൂട്ടാനൊക്കെ അവിടെ ഉണ്ട്. ഉമ്മ പിന്നെ പണിക്ക് പോയിക്കണേ, ഉച്ചയ്ക്ക് ചോറൊക്കെ കൊണ്ടിട്ടാണ് ഇപ്പോൾ ഉമ്മ പോണത്. അപ്പോൾ ഉപ്പാക്കുള്ള ചോറും കൂട്ടാനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഉപ്പാനോട് പറയത് വെച്ചിട്ട് ഞാൻ വൈകുന്നേരം ആകുമ്പോൾ കുറഞ്ഞേരാ, മരുമിൻ്റെ നേരം ആകുമ്പോഴത്തേനും കുറഞ്ഞേരാ പറയട്ടെ. അപ്പോൾ ഞാനതൊക്കെ വെച്ചിട്ട് ഉപ്പാക്ക് ആ നേരം ആകുമ്പോൾ കൊണ്ടുപോയി കൊടുത്തുട്ടെ ഞാൻ. അങ്ങനെ മുരിങ്ങയുടെ ഇല ഊരാനൊന്നും ഞാൻ ഇപ്പം നിന്നിട്ടില്ല. മുരിങ്ങയുടെ ഇല ഊരുന്നുണ്ട്, അത് നിങ്ങൾ കണ്ടോളേട്ടാ. അപ്പോൾ പപ്പടം തിന്നണ പൂച്ചേനെ കണ്ടിട്ടുണ്ട് നിങ്ങൾ? ഈ പൂച്ച നോക്കി എന്ത് കൊടുത്താലും തിന്നൂട്ടാ. അങ്ങനെ പൂച്ച നമ്മൾ എന്ത് കഴിക്കണമെന്ന് വെച്ച് കൊടുത്താൽ അവൻ തിന്നോളും. അപ്പോൾ പപ്പടം തിന്നാട്ടാ. അപ്പോൾ കാലത്ത് ഞാൻ കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പപ്പടം പൊരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 2 ഇട്ട് കൊടുത്തു, ഇങ്ങനെ കരഞ്ഞിട്ട് നിൽക്കുകയാണേ. അപ്പോൾ കുട്ടിയോട് കണ്ടിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം അവർ പറയണേ, ഉമ്മച്ചിയെ പൂച്ച പപ്പടമൊക്കെ തിന്നുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കട്ടെ. അപ്പോൾ പൈസ ഒരു ഡയലോഗ് പറഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ എന്താ വെച്ചെങ്കിൽ, പൂച്ചയുടെ ഒക്കെ ഒരു ഭാഗ്യേ, സ്കൂളിലേക്ക് പോകണ്ട, പഠിക്കണ്ട, ഉമ്മച്ചിയുടെ പിന്നാലെ ഇങ്ങനെ നടക്കുക, എന്ത് സുഖാലേ പൂച്ചയ്ക്ക്. അപ്പം അവരെന്നെ വണ്ടി കയറ്റാൻ പോകുമ്പോൾ സുഡുവിൻ്റെ പിന്നാലെയൊക്കെ വരികയൊക്കെ ചെയ്തുട്ടാ. അത് വരയ്ക്ക് വന്നു, വിളിച്ച വേഗം വരും, സുഡുവോന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഓടി വരും കേട്ടോ. അപ്പോൾ ഈ മുറത്തിൽ അങ്ങനെ ഞാൻ മുരിങ്ങയുടെ ഇല അങ്ങനെ വെച്ചേക്കാണ്. ഇനി പണികളൊക്കെ കഴിഞ്ഞിട്ടൊന്ന് ഊരാച്ചിട്ടാ. അപ്പോൾ മീൻ നന്നാക്കാനായിട്ട് അങ്ങോട്ട് എടുത്തു. മീൻ നന്നാക്കുമ്പോഴോ കുറേ പൂച്ചകളുണ്ട് കേട്ടോ. അയ്യോ എന്തോരം പൂച്ചകളാണ്, ഇങ്ങനെ കരഞ്ഞിരുങ്ങോണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സുഡു വെച്ച മീൻ അങ്ങനെ തിന്നാറ്. അപ്പോൾ എന്താ വെച്ചെങ്കിൽ ഇപ്പോൾ ഇവന് ഒരു തല വിശന്നിട്ടാ തോന്നുന്നുണ്ട്, നല്ല വിശപ്പുണ്ട്. അപ്പോൾ കൂടുതലും മീനിൻ്റെ തല ഇങ്ങനെ നന്നാക്കേണ്ട ഓരോ തല ഇട്ട് കൊടുക്കുമ്പോൾ സുഡു കാച്ച് പിടിച്ചിട്ട് തിന്നണത്. നല്ല വിശന്നിട്ടാണ് അവൻ നിൽക്കണത്. അങ്ങനെ ഒരുപാട് പൂച്ചകളുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ മീൻ നന്നാക്കലാണ്ട് കഴിഞ്ഞാൽ പിന്നെ അതൊന്ന് കായം പറത്തി വെക്കാം. അങ്ങനെ അതെടുത്ത് കുറച്ച് പൊരിക്കും ചെയ്ത് കഴിഞ്ഞാൽ ഉച്ചയ്ക്കത്തെ കാര്യം ഓക്കെ ആയി. അങ്ങനെയൊക്കെ തന്നെയല്ലേ സാധാരണ വീട്ടിലൊക്കെ അങ്ങനെയൊക്കെ തന്നെയാവും. ഇന്നലത്തെ കൂട്ടാൻ തോനുണ്ടിച്ചെങ്കിൽ ഒന്ന് ചൂടാക്കിയിട്ട് ഉച്ചയ്ക്ക് അതൊക്കെ കഴിക്കൂലേ. പിന്നെ വൈകുന്നേരത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു തരികട കൂട്ടാൻ വെച്ചാൽ മതിയല്ലോ. വൈകുന്നേരത്ത് ഇപ്പം അത്ര ഓവറായിട്ട് ആരും കഴിക്കൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഉപ്പുള്ള കാരണം എന്തെങ്കിലുമൊക്കെ ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വേഗം ചെയ്ത് തരും കേട്ടോ.
ഒന്നാമത് നമുക്ക് ഉള്ളപ്പോൾ ഒന്നും ഒരു വില ഉണ്ടാവില്ല. ഉപ്പ ഉണ്ടെങ്കിൽ ഒരു വിലയില്ല. ഉപ്പ അവിടെ ഉണ്ടല്ലോ, ഉപ്പ ഇല്ലാതാവുമ്പോഴാണ് നമുക്ക് ഒരു വില നമുക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. എന്ത് പറഞ്ഞാലും ഉപ്പാടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പ എങ്ങനെയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചേരും. അങ്ങനെ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഇവളെന്തപ്പോൾ ഉപ്പാനെ മാത്രം ഇങ്ങനെ പൊക്കി പറയണേ, ഉമ്മാനെ ഇതിൽ പറയണേ ഇല്ലല്ലോ, ഭർത്താവിൻ്റെ ഉമ്മാനോട് ഇവൾക്ക് ഇഷ്ടം ഉണ്ടാവില്ലേ, അങ്ങനെയൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് തോന്നല കേട്ടോ. ഇക്കാടെ ഉപ്പാനും ഉമ്മാനൊക്കെ ഇഷ്ടമാണ്, എൻ്റെ ഉപ്പാനും ഉമ്മാനൊക്കെ ഇഷ്ടമാണ്. നമുക്ക് ഉപ്പ ഉമ്മ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇതന്നെയല്ലേ. അപ്പോൾ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ പെൺമക്കൾക്ക് അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഉപ്പാനോടാണ് കൂടുതൽ സ്നേഹം ഉണ്ടാവുക. എന്താ വെച്ചെങ്കിൽ പല പേടിയുണ്ട്. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ അനിയനൊക്കെ ആകുമ്പോഴേ നമുക്ക് സ്കൂളിലേക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട് വെച്ചെങ്കിൽ ഫസ്റ്റ് പോയിട്ട് ഉപ്പാനോടല്ല കേട്ടോ പറയുക, ഫസ്റ്റ് ഉമ്മാൻ്റെ അടുത്താണ് പോയിട്ട് പറയുക, ഉമ്മ സ്കൂളിലേക്ക് ഇങ്ങനെ ഒരു ആവശ്യമുണ്ട്, ഇന്ന ആവശ്യമുണ്ട് ഒന്ന് ഉപ്പാനോട് പറയുമോ, എന്നിട്ട് മേടിച്ച് തരുമോ, പൈസ തരാൻ പറയുമോ, അങ്ങനെയൊക്കെ ഫസ്റ്റ് പോയിട്ട് ആദ്യം പറയും ഉമ്മാടെ അടുത്താട്ടാ. അത് ഇപ്പോഴും എൻ്റെ മക്കളും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഉമ്മച്ചി സ്കൂളിലേക്ക് ഇത്ര ഫീസ് അടയ്ക്കാറായി, വണ്ടിക്കാശ് കൊടുക്കാറായി, അതൊന്നും ഉപ്പച്ചോട് ഫസ്റ്റ് പോയി പറയില്ല കേട്ടോ, ഒക്കെ എൻ്റെ അടുത്ത് വന്ന് പറയുള്ളൂ. അപ്പോൾ അങ്ങനെ ഉമ്മ വേണം, ഉമ്മാനോടാണ് എന്ത് പോയിട്ട് തുറന്ന് പറയാൻ പറ്റുക, ഉപ്പാനോട് പറയാൻ പറ്റില്ല. അങ്ങനെ ഉപ്പാനോട് പറയാൻ പറ്റില്ല എന്ന് പറയുന്നത് വേറെ ഒന്നല്ല, പറയണ മക്കളും ഉണ്ട് കേട്ടോ, അതൊന്നല്ല. ഞാനൊക്കെ എൻ്റെ മക്കളോട് പറഞ്ഞു, ഉപ്പച്ചി ഇപ്പോൾ കച്ചവടത്തിനൊന്നും പോകണില്ല ഉണ്ണിമോളെ, അങ്ങനെ ഓരോന്നും പറഞ്ഞിട്ട് ഉപ്പച്ചിനെ ബുദ്ധിമുട്ടിപ്പിക്കല്ലേ. അതുപോലെ ഞാനും ഞങ്ങൾ 3 മക്കളും അതുപോലെ കഷ്ടപ്പാട് എന്താണെന്ന് അറിഞ്ഞ് വളർന്ന് വന്നതായിട്ട് ഞങ്ങൾ 3 ആളും. അപ്പോൾ എല്ലാം അറിയാം, ഉപ്പാടയിൽ കാശുണ്ടാവുമോ ഒന്നും അറിയില്ലല്ലോ. പണിക്ക് പോയപ്പോൾ ആദ്യം വാഴക്കോട് ഒരു കോറി ഉണ്ടായിരുന്നു, അവിടെ ഇരുന്ന് ഉപ്പാക്ക് പണിയിട്ടാ. അപ്പോൾ ഉപ്പാക്ക് അന്നൊക്കെ ഞങ്ങൾ ഇത്തിരി ബുദ്ധിമുട്ടിയിട്ടൊക്കെ തന്നെ ജീവിച്ച് വന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയാനൊക്കെ പേടിയാണ്, ഉപ്പാടയിൽ പൈസ ഉണ്ടാവില്ല, എങ്ങനെ പോയി പറയുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോയിട്ട് ഉമ്മാൻ്റെ അടുത്താണ് പോയി പറയുക. അപ്പോൾ ഉമ്മ പോയിട്ട് ഇങ്ങനെ സോപ്പ് ഇട്ടിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒക്കെ സാധിച്ചു തരും. എങ്ങനെയൊക്കെ ഉമ്മ പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പ പിന്നെ കേൾക്കാതിരിക്കില്ലല്ലോ. അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞത്, കറക്റ്റല്ലേ? അപ്പോൾ ഇങ്ങനെ ഉപ്പാട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഉപ്പാടെ മനസ്സിൽ ഒരുപാട് വിഷമങ്ങളുണ്ടാവും. ഉമ്മാരങ്ങനെയല്ല, ഉമ്മാരൊക്കെ തുറന്ന് പറഞ്ഞ് ഒന്ന് കരയൊക്കെ ചെയ്യും. എവിടെയെങ്കിലും മാറി നിന്നിട്ടെങ്കിലൊക്കെ കരയും, തന്നെ ഇരിക്കുമ്പോൾ കരയും ഒക്കെ ഞാൻ കണ്ടിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പാരങ്ങനെയല്ല, ഉപ്പം ഉള്ളിലൊതുക്കി നീറി നടക്കും, വിഷമം അങ്ങനെ പുറത്ത് കാണിക്കുകയില്ല. അങ്ങനെയാട്ടോ എൻ്റെ ഉപ്പ അങ്ങനെയാണ് കേട്ടോ. എത്ര വിഷമം ഉണ്ടെങ്കിലും ഉപ്പ അത് പുറത്ത് കാണിക്കുന്നില്ല, ഉള്ളിൽ ഒരുപാട് വിഷമങ്ങളുണ്ടാവും. അങ്ങനെ അതൊക്കെ കണ്ട് വളർന്ന് വന്നതാണ് ഞങ്ങൾ 3 ആളും കേട്ടോ. അപ്പോൾ അതിൻ്റെ എല്ലാ വിലകളും ഉപ്പാനോടുള്ള ഒരു ഇതൊക്കെ നന്നായിട്ട് അറിയാം. കാരണം ഇത്തിരി സ്നേഹം എന്തായാലും ഉപ്പാനോട് തന്നെ ആവും കേട്ടോ പെൺമക്കൾക്ക്. അങ്ങനെയാണ് പറഞ്ഞിട്ട് കാര്യമില്ല, അത് അങ്ങനെ തന്നെ ആവുള്ളൂ. അങ്ങനെ എന്തായി പറഞ്ഞിട്ട് മുരിങ്ങയുടെ കൂരിലൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ സൂട് കണ്ടില്ലേ കിടക്കണത്, സൂട് പറഞ്ഞാൽ നല്ലോണം കൂട്ടാ. അപ്പോൾ അവിടെ കിടന്ന് ഉറങ്ങിക്കോ പറഞ്ഞപ്പോൾ ആ ചവിട്ടിയിലൊക്കെ കിടന്ന് ഉറങ്ങണ കണ്ടങ്ങൾ. അങ്ങനെ കുറച്ച് നേരം ഞാൻ അവിടെ ഇരുന്ന് എൻ്റെ മുടിയൊക്കെ ചീന്തി, തലയിലൊക്കെ പേനൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ചീന്തി എടുത്തു, ഒക്കെ കഴിഞ്ഞു. അതൊക്കെ നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊന്ന് നീച്ച് വന്നു കേട്ടോ. ഒക്കെ വന്നിട്ടില്ല, ഒക്കെ കച്ചവടം കഴിഞ്ഞിട്ട് വന്നിട്ടേ ഇല്ല. അപ്പോൾ ചോറ് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ചോറ് തിന്നു കേട്ടോ. അപ്പോൾ നല്ല കാറ്റും നല്ലൊരു അന്തരീക്ഷമൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ അതൊന്ന് വീഡിയോ പിടിച്ചു. പിന്നെ കുട്ടികൾക്കുള്ള പാല് ഞാൻ ഗ്യാസുമ്മ വെച്ചിട്ടുണ്ട്. പിന്നെ കുട്ടികളൊക്കെ സ്കൂൾ വണ്ടിയിലാണ് വരിക. അപ്പോൾ ഉപ്പയാണ് അവിടെ കടയ്ക്ക് പോകണം, വണ്ടിയിൽ നിന്ന് ഇങ്ങോട്ട് ഇറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉപ്പ പോയിട്ടുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയതാണ്, അല്ലെങ്കിൽ എനിക്ക് പോകാൻ വെച്ചിട്ടേ. അപ്പോൾ ഉപ്പ ഉണ്ട് പോയേക്കണം, അല്ലെങ്കിൽ ഉപ്പ ഉച്ചവർക്കൊക്കെ ഉറങ്ങേണ്ട ആളാണ്. അപ്പോൾ ഉപ്പ ഒന്നും ഉറങ്ങിയിട്ടില്ല, മക്കൾ വരാൻ വേണ്ടിയിട്ട് അവരെ വിളിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയേക്കാട്ടാ. അപ്പോൾ ഇക്ക ഉണ്ട് തലവേദനിച്ചിട്ട്, കുട്ടികൾ വരുന്നത് നോക്കിക്കുമ്പോൾ വരുന്നത് ഇക്കയാണ് കേട്ടോ. അങ്ങനെ തല വേദനിച്ചിട്ട് ഇക്ക വരുന്നത്. അപ്പോൾ അതാ പൈസ വന്നിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഉപ്പാക്കാകെ പേടിച്ചിട്ട് ഇപ്പ വരുന്നത്. പൈസ വണ്ടിയിൽ കയറിയിട്ടില്ല, പൈസനെ കാണാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ മുഖമൊക്കെ കണ്ണുറിച്ചാട്ടിയിട്ട് ഇപ്പം വരുന്നത് കേട്ടോ പേടിച്ചിട്ട്. അപ്പോൾ അവന് വിചാരിച്ച് ഉപ്പച്ചി പേര് വെച്ചിട്ട് ഉപ്പച്ചിയല്ലേ വിളിക്കാൻ പോലെ, അവൻ വണ്ടിയിൽ കയറിയില്ല, ഇവള് വണ്ടിയിൽ കയറി. അപ്പോൾ ഇവള് വന്ന പക്ഷേ ഉമ്മച്ചി യായ വന്നോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, യായ എങ്ങനെ വരുന്നേ, എൻ്റെ കൂടെ അല്ലേ വരിക, യായ എന്നാൽ വണ്ടിയിൽ കയറിയിട്ടില്ല ഉമ്മച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ നിൽക്കുക.
അപ്പോൾ യായാനെ കണ്ടപ്പോൾ സന്തോഷമായിട്ടാ. എന്താ സന്തോഷം വെച്ചിട്ടാ ചിരിയും കളി. അവളാകെ പേടിച്ചു, യായാനെ കാണാനില്ലല്ലോ എന്ന് പേടിച്ചിട്ടാണ് നിൽക്കുക. അപ്പോൾ യായ വന്നപ്പോൾ കിടന്ന് തുള്ളു നോക്കി. എന്താല്ലേ ഭയങ്കര സ്നേഹമാട്ടോ. തല്ലുകൂടിയായാലും മുറ്റയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാതിരിക്കാനൊന്നും പറ്റില്ല അങ്ങനെ. അപ്പോൾ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പോൾ ചായയൊക്കെ കിടന്ന് പൊരിയില്ല, ചായ അല്ല പാല്. അപ്പം ഇവൾക്ക് അല്ലെങ്കിൽ പാലൊന്നും വലിയ ഇഷ്ടമല്ല. ഇപ്പോൾ അതങ്ങനെ കുടിച്ചിട്ട് ഇപ്പോൾ ഇഷ്ടമായിട്ട് വരുന്നുണ്ട് കേട്ടോ കുഞ്ഞോൾക്ക്. അങ്ങനെ പൈസ ഇതാ പാലും കുടിക്കുന്നുണ്ട്. ഓരോ കോപ്പറാട്ടിത്തരം കാണിക്കുള്ളൂ ഈ ചെക്കന്. ഫോൺ അങ്ങോട്ട് എടുത്ത് ക്യാമറ അങ്ങോട്ട് ഓണാക്കി ചെക്കൻ വന്ന് ഓരോ ഗോഷ്ടിത്തരം കാണിക്കുക. അത് നിങ്ങൾ നോക്കണ്ട കേട്ടോ. അവന് ഭയങ്കര കളി കൂടല്ല. എന്താണെന്നറിയില്ല, ഇപ്പോൾ ഇത്തിരി കുറുമ്പ് കൂടിയേക്കണു അവന്. അങ്ങനെ ബോക്സൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ട് അവൾ ഉപ്പപ്പ. അപ്പോൾ അതൊക്കെ കാട്ടി കൊടുക്കുക കേട്ടോ. അങ്ങനെ ഉണ്ട്. ഉണ്ണിമോളും വന്നിട്ടുണ്ട്. ഉണ്ണിമോൾ തന്നെ സ്കൂളിൽ എന്തൊക്കെ പരിപാടികളൊക്കെ ഉണ്ട് പറഞ്ഞിട്ട് പട്ടുപാവാടൊക്കെ ഇട്ടിട്ടാണ് പോയത്. ടീച്ചറുടെ ബർത്ത്ഡേ ആയിരുന്നു, സിസ്റ്ററുടെ. അപ്പോൾ അങ്ങനെ ഡാൻസും കൂത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ലിപ്സ്റ്റിക്കൊക്കെ പട്ടുപാവാടയുമ്പോൾ വെച്ച് തേമ്പിയിട്ട് വന്നിട്ടുണ്ട്. പാവൻ്റെ ഒക്കെ കിടന്നുറങ്ങണം. എനിക്ക് തല വേവിച്ചിട്ട് കിടന്നുറങ്ങുമ്പോൾ ടച്ചിങ്ങത്ത് കിടന്നുറങ്ങാനൊരു തൊഴിലും കൊടുക്കണില്ല കേട്ടോ. തല്ലൂടെ തന്നെ അങ്ങോട്ട് നോക്കുക കാണിക്കണ അങ്ക ഉന്തലും തള്ളലൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ലാസ്റ്റ് ചോറിലൊക്കെ എടുക്കുകയൊക്കെ ചെയ്തു. പൈസയാണ് ഇങ്ങനെ തോണ്ടിയിട്ട് നിൽക്കണതേ. അപ്പോൾ ഇങ്ങനെ അടിക്കാൻ വിളിച്ച തുഴയില്ല, അടിക്കല്ല ഉമ്മച്ചി ആദ്യം ഉമ്മാന്ന് വിളിക്കും, അല്ലെങ്കിൽ ഉമ്മച്ചിയെ വിളിക്കും. എന്നിട്ട് ഇങ്ങനെ തോണ്ടിട്ട് നിൽക്കുള്ളൂ. എന്നിട്ട് അടിച്ചൊന്നുമില്ല ഒറ്റയ്ക്ക്. പാവം തോന്നിയപ്പോൾ പിന്നെ എൻ്റെ ഒന്നും അടിയൊന്നും കിട്ടിയില്ല. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും എൻ്റെ കാര്യങ്ങളും കുറച്ചൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ വീഡിയോയിൽ അങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടോ. എന്തെങ്കിലുമൊക്കെ പറയാനുണ്ട് നിങ്ങളുടെ അടുത്ത്. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു പോയതാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്ര തന്നെയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയാണ്. അപ്പോൾ ഇത്തിരി ലേശം ചോറ് എടുത്തിട്ടേ ചായയുടെ കടി ഒന്നുമില്ല. അപ്പോൾ ഞാൻ ലേശം ചോറ് അങ്ങോട്ട് എടുത്തിട്ട് 3 ആൾക്കും അങ്ങോട്ട് വാരി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും ഇന്നത്തെ അംഗമൊക്കെ ഇത്രയൊക്കെ തന്നെയാണ്. ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം. ബായ്.